കോളേജുകളും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറാനായിട്ട് അങ്ങനെ ടിക്കറ്റോ എൻട്രി ഫീയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പണ്ട് കറണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം അന്നത്തെ കാലത്ത് അരി പൊടിക്കുന്ന ആ ഒരു മെഷീനായിട്ടേ കാണുന്നത്. ദമ്പതികൾ വന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവാത്തവർ അവർ വന്നിട്ടാണ് ഇങ്ങനെ ഈ തൊട്ടിൽ കെട്ടി വെച്ചേക്കണം കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് കൂടി കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി കേട്ടോ. എൻ്റെ പൊന്നെ, അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ബോറടിയും. അത്രമാത്രം കാഴ്ചകളാണ്. ഇത്രയും ബൃഹത്തായൊരു എൻ്റെ പിന്നിലുള്ള ആ ഒരു കവാടം കണ്ടോ. അതിനകത്ത് നിങ്ങളിൽ പലരും കണ്ടു കാണാൻ സാധ്യതയില്ലാത്ത വലിയൊരു ക്ഷേത്ര നഗരമാണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ബെൽത്തങ്ങാടിക്ക് അടുത്തുള്ള ധർമ്മസ്ഥലയിലാണ്. ഒരുപാട് കാഴ്ചകളും അറിവുകളുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കർണാടക സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ബൈപ്പാസ് ആട്ടോ. മംഗലാപുരം, ഉടുപ്പി, ഹാസനൊക്കെ പോകുന്ന ബൈപ്പാസിൻ്റെ തൊട്ട് ചേർന്നാട്ടോ ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ ഈ കവാടം കടന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലോകം തന്നെ കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ എനിക്കിനി ഭയങ്കര കൺഫ്യൂഷനായിട്ടത്. എവിടെ പോകണം, എവിടെ പോയി റൂം എടുക്കണം, ആകെ കൺഫ്യൂഷനായി പോയിട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് അയ്യപ്പന്മാരൊക്കെ വന്ന് ഇവിടെ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. അതുപോലെ തന്നെ റൂമൊന്നും കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഒരു വിധത്തിൽ അന്വേഷിച്ച് വർക്ക് ചെയ്യാണ് റൂം കിട്ടിയത്. റൂമൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ ഈ ഒരു കോംപ്ലക്സിൻ്റെ അകത്താണ് എല്ലാ കാര്യങ്ങളും. റൂമാണെന്നുണ്ടെങ്കിലും ഹോട്ടൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കവാടമാണ്. നമ്മളവിടെ ഒരു ഗേറ്റ് ഇല്ലേ, അതിൻ്റെ ഉള്ളിലാട്ടോ. നമുക്ക് കുറേ ദൂരം മുന്നോട്ട് നടന്നു പോകാനായിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ടയർ കണ്ടോ. ഇതുണ്ടോ, ഇതൊരു ടയറാണ്. നമ്മുടെ JCBയുടെ ഒക്കെ ഒരു 3-4 ടയർ അടുപ്പിച്ച് വയ്ക്കണം. അത്രയും വലിപ്പം വരും കേട്ടോ. ഇത് കർണാടകയിലെ കുതിരമുഖിലുള്ള ഒരു അയൺ ഓർ ഫാക്ടറിയിലായിരുന്നു. ആ ഫാക്ടറിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രക്കിൻ്റെ ടയർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഒരു പെയിൻ്റൊക്കെ അടിച്ചിട്ട് കണ്ടോ. ഇത് റബ്ബറാണ്. നമുക്കിങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ആവുന്നുണ്ട്. അത് നോക്കേ, അതിൻ്റെ മേളിലൊരു ചെടിയൊക്കെ വളർത്തിയിട്ട്. ആ ടയറിന് അത്രയും വലിപ്പം ഉണ്ടെങ്കിൽ ആ ട്രക്കിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കേ അല്ലേ. ഭയങ്കര ബഹളം കേട്ടോ. ഓണടിയും ആൾക്കാരെല്ലാം ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് എല്ലാവരും റൂമിൽ നിന്നൊക്കെ ഫ്രഷായിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ അമ്പലത്തിൽ പോകാനായിട്ട് ദർശനം ടൈമാട്ടോ. ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കോളൂ. ഭയങ്കര ബഹളം കാര്യങ്ങളൊക്കെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ധർമ്മസ്ഥല എന്ന് പറയുന്നത് ദക്ഷിണ കർണാടകയിലെ നേത്രാവതി തീരത്തുള്ള ഒരു വലിയൊരു ക്ഷേത്ര നഗരം കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മഞ്ജുനാഥ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ വലിയൊരു ഒറ്റക്കല്ലിൽ പണിതേക്കുന്ന ബാഹുബലിയുടെ പ്രതിമയുണ്ട്. അതുകൂടാതെ ഒട്ടേറെ കാഴ്ചകളുണ്ട്. ക്ഷേത്രത്തിന് ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബോർഡ് കാണാം കേട്ടോ. അവിടെ കുറേ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടില്ല. അതൊക്കെ ഇവിടെയുള്ള സ്റ്റേ ആട്ടോ. അതായത് ഗസ്റ്റ് ഹൗസുകളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. നേത്രാവതി, സങ്കെട്ട്, ഗംഗോത്രി, വൈശാലി, അതൊക്കെ ഇവിടുത്തെ സ്റ്റേ ആട്ടോ. അത് ഞാൻ പറഞ്ഞില്ല, ഒത്തിരി റൂംസ് അവൈലബിൾ ആണ്. പക്ഷേ ഭയങ്കര റഷ് ആയിരിക്കും കേട്ടോ എല്ലാ ടൈമും. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് വരുമ്പോൾ നമുക്ക് ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ മഞ്ജുനാഥ ക്ഷേത്രം. ഭയങ്കര തിരക്കാട്ടോ. 6:30 ഇവിടുത്തെ 6:30 ഇവിടുത്തെ ഒരു രാവിലത്തെ ദർശന ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാമറ കാര്യങ്ങളൊന്നും അനുവദിക്കില്ല കേട്ടോ. എന്നാലും ആ ഒരു കോംപ്ലക്സിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും. കാരണം ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്, വേ ടു ദർശനം. ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. നല്ല ക്യൂ ഉണ്ട്. ഇപ്പം തന്നെ നല്ല ക്യൂ ഉണ്ട്. ക്യൂ നിന്നാലാണ്, അതിരാവിലെയൊക്കെ വന്ന് ക്യൂ നിന്നെങ്കിലാണ് നമുക്ക് ആ ഒരു സമയത്തിന് കയറി അതിൻ്റെ അകത്ത് കയറി തൊഴാൻ പറ്റുള്ളൂ കേട്ടോ. മൊത്തം കന്നഡക്കാരാട്ടോ. മലയാളികൾ വളരെ കുറവാട്ടോ. മലയാളികൾ തീരെ വരാത്ത ഒരു സ്ഥലമാണ്. കണ്ട ആ ഒരു ഗോപുരം കണ്ടില്ല, അതിൻ്റെ അകത്താട്ടോ പ്രതിഷ്ഠ വരുന്നത്. കൂടുതൽ പേരും അയ്യപ്പ സ്വാമിമാരാട്ടോ. അതുപോലെ തന്നെ കർണാടകയുടെ ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. മലയാളികളെ ഒരാളെ പോലും ഞാൻ കണ്ടില്ല കേട്ടോ ഇതുവരെ. ഇപ്പം ക്ലോസ് ചെയ്തേക്കുവാണ്. ദർശനത്തിനുള്ള ക്യൂ ഒക്കെ ഓൾറെഡി ഫില്ലപ്പ് ആയിട്ടോ. അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് കണ്ടോ. ക്യൂ അഴിഞ്ഞു തുടങ്ങി കേട്ടോ. പിന്നെ ഇനി രണ്ടാമത് കയറാനുള്ള ആളുകളാണ് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഇതിന് കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കഥകളൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇതൊരു പ്രൈവറ്റ് ക്ഷേത്രം കേട്ടോ. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ കർണാടകയിലെ നേത്രാവതി തീരത്ത്, ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി തീരത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഐതിഹ്യം അനുസരിച്ച് 800 വർഷങ്ങൾക്ക് മുന്നേ അന്ന് കുടുമ എന്നാണ് ഈ ഒരു ധർമ്മസ്ഥലം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് ജീവിച്ചിരുന്ന അന്നത്തെ ജൈനമത തലവനായ ബിർമണ്ണ പെർഗഡയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മു ബെല്ലാൾത്തിയും നെല്ലിയാടി വീടു എന്ന് പറഞ്ഞ ഒരു വീട്ടിലാണ് ആ ഒരു ദമ്പതികൾ താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ദമ്പതികൾ വളരെ ഭക്തിയുള്ളവരും ആളുകളോടൊക്കെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നവരും ആതിഥ്യ മര്യാദക്കൊക്കെ പേര് കേട്ടവരായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഐതിഹ്യം അനുസരിച്ച് ഒരു ദിവസം അവരുടെ ഭവനത്തിലേക്ക് ധർമ്മത്തിൻ്റെ കാവൽ മാലാകമാർ എന്നറിയപ്പെടുന്നവർ മനുഷ്യരൂപം ധരിച്ച്
ചെല്ലുകയുണ്ടായി. അപ്പോൾ ഇവർക്കാരും ആതിഥ്യ മര്യാദയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ ഈ വന്നവർക്ക് ആതിഥ്യമരളി അതിൽ സന്തുഷ്ടരായ അവർ തിരിച്ചു പോവുകയും അതുപോലെ തന്നെ അന്ന് രാത്രിയിൽ ഈ ബിർമണ്ണ പെർഗഡ ഈ കന്നഡ വാക്കുകളൊക്കെ ഉണ്ട്. അത് നമുക്കിങ്ങനെ പറയുമ്പം ചെറിയ മിസ്റ്റേക്ക് വരും. നമുക്ക് ഈ മലയാളം വാക്കുകളോ അല്ല ഇങ്ങനെ പറഞ്ഞ് ഒപ്പിക്കാൻ വെച്ചാൽ പാടാട്ടോ. ഈ ബിർമണ്ണ പെർഗഡയുടെ സ്വപ്നത്തിൽ ധർമ്മദൈവങ്ങൾ പ്രത്യക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ വന്നതിൻ്റെ ഒരു ഉദ്ദേശം വ്യക്തമാക്കി. അതായത് ഈ ദമ്പതികൾ താമസിക്കുന്ന വീടില്ല, നെല്ലിയാടി ബീഡു എന്ന് പറഞ്ഞാൽ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ ധർമ്മ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വയ്ക്കാനും അറിയിച്ചു. അതായത് ഈ ഒരു വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നത് അവിടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട്, അവിടെ ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം അങ്ങനെ മറിച്ചൊരു ചോദ്യം അവരോട് ചോദിക്കാതെ തന്നെ പെർഗഡ സ്വയം അവരുടെ വീട് ഒഴിഞ്ഞു കൊടുക്കുകയും മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവർ വീട് വെക്കുകയും ചെയ്തു. അപ്പം ആ ഒരു താമസിച്ചുകൊണ്ടുമാരും നെല്ലിയാടി വീട് എന്ന് പറഞ്ഞ ആ ഒരു വീട് ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പം ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 800 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ഒരു ക്ഷേത്രത്തിന്. അപ്പോൾ ഇപ്പം നിലവിൽ ഈ ഒരു ക്ഷേത്രം വീരേന്ദ്ര ഹെഗ്ഗഡ എന്ന് പറഞ്ഞ ആളുടെ ഉടമസ്ഥതയിലാട്ടോ ഈ ഒരു ക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടീസ് ഇതിൻ്റെ ഉള്ള എല്ലാം അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളത് കൂടാതെ തന്നെ ഈ ഒരു ധർമ്മസ്ഥല ട്രസ്റ്റിൻ്റെ കീഴിൽ പുറത്ത് കോളേജുകളും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ കർണാടകയിലെ ധാർവാഡിൽ സ്ഥിതി ചെയ്യുന്ന SDM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, SDM കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ്, SDM കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസ്, പിന്നെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന വുമൺസ് കോളേജ്, അങ്ങനെ ഒത്തിരി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു ധർമ്മസ്ഥല ട്രസ്റ്റിൻ്റെ കീഴിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പോലീസുകാരുണ്ട്. അപ്പോൾ എന്നോട് വീഡിയോയിൽ പറയാമെന്ന് ചോദിച്ചു. ഇവിടെ പാർക്കിംഗ് ഇല്ല കേട്ടോ. ഈ പാർക്കിങ്ങിന് ഒരു സെപ്പറേറ്റ് പ്ലേസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് പാർക്കിംഗ് ഇല്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ കാറുകൾ പാർക്കിങ്, പക്ഷെ അത് അലൗഡ് അല്ല കേട്ടോ. പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് പ്ലേസ് ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് കൂടി കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ടോയ്സ് ഉണ്ട്, കരകൗശല വസ്തുക്കളുണ്ട്, പിന്നെ നമുക്ക് എല്ലാ കടകളും, ഹോട്ടൽസ്, അങ്ങനെ എല്ലാം ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം 8:30 ഫുഡ് കഴിക്കണം. നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഹോട്ടൽ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക കേട്ടോ. ഇവിടെ കുറേ ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഭയങ്കര തിരക്കാട്ടോ. അതിനകത്ത് കയറാൻ പോലും പറ്റില്ല, അത്ര തിരക്കാട്ടോ. അതൊക്കെ മൊത്തം ഫില്ലപ്പാട്ടോ. ഒരു സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാണുന്നതൊക്കെ ഇവിടുത്തെ സ്റ്റേ ആട്ടോ. അതായത് ഗസ്റ്റ് ഹൗസുകളാണ്. ഞാൻ പറഞ്ഞില്ല ഓരോരോ പേരിട്ടേക്കണം. ഇതുപോലത്തെ ഒരു കുറേ ഈ രണ്ട് സൈഡിലും എഴുതുന്നുണ്ടോ, അതിന് എല്ലാത്തിനും ഓരോരോ പേരുകളുണ്ട്. അവിടെയൊക്കെ റൂമൊക്കെ ഇന്നെല്ലാം ഫില്ലാട്ടോ. നിങ്ങളിവിടെ വരുമ്പം ഇവിടെ ഈ ഒരു ദർശനത്തിലൊക്കെ വരാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. ഒരു സൈറ്റൊക്കെ ഉണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റൂം കിട്ടാൻ ഇച്ചിരി പാടാട്ടോ. നമ്മുടെ മൂകാംബികയിൽ ഉള്ള പോലെയല്ല, അതിലും ഭയങ്കര റഷായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. ഇതൊരു ക്ഷേത്ര നഗരമായതുകൊണ്ട് ഇവിടെ 3 നേരം വെജിറ്റേറിയൻ ഫുഡ് മാത്രമായിട്ട് കിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. ഈ ഒരു ബാക്ക് പാക്കിംഗ് ട്രിപ്പ് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇങ്ങനെയുള്ള സീരീസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണോ, അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. മാക്സിമം ചിലവ് കുറച്ചാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലോക്കൽ ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്ത് ഏറ്റവും ചിലവ് കുറഞ്ഞ സ്റ്റേ ഒക്കെ നോക്കി അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഒരു സീരീസിൽ അങ്ങനെ പല ടൈമിലും നടക്കുന്നില്ല. നോക്കാം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബാഹുബലി സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു എൻട്രൻസ് കണ്ടില്ല, ആ ഒരു എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ മേളിലേക്ക് കുറേ പടവുകൾ കാണാം കേട്ടോ. അത് കയറി മേളിൽ ചെല്ലണം. ഇവിടെ ഇതിന് ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇത് കണ്ടോ, രത്നഗിരി ബാഹുബലി വിഹാർ, ടൈം ഓഫ് ദർശൻ ഫ്രം 7 AM to 6 PM വരെയാണ്, 6:30 PM വരെയാണ് ടൈമിങ്. ഇതിൻ്റെ മേളിലേക്ക് കുറേ നടക്കാനുണ്ട് കണ്ടോ. പടവുകൾ പണിതിട്ടേക്കണുണ്ടോ. വലിയൊരു മലയാന്ന് തോന്നണം കേട്ടോ. ആ മലയുടെ മേളിലേക്കാണ് നമ്മൾ ഈ സ്റ്റെപ്പ് വഴി കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു സ്വാമി ഇരുന്ന് ധ്യാനിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഗതികളൊക്കെയാണ്. ഇവിടെ കുറേ കല്ലുകൾ ഇങ്ങനെ പൊക്കി ഉയരത്തിലിങ്ങനെ വെച്ചിട്ടുണ്ട്, അടുക്കി. അതുപോലെ കുറേ തുണികളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണോ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. നമുക്ക് ആരുടെയും ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു സ്വാമി മലയാളിയാട്ടോ. ഞാനിവിടെ ഇതെന്താണെന്നിങ്ങനെ നോക്കിക്കൊണ്ട് മലയാളത്തിൽ സംസാരിച്ചു. സ്വാമി നാട്ടിലെവിടെയാ? സ്വന്തം നാട് കണ്ണൂർ. എവിടെയാ? കണ്ണൂരാ? കണ്ണൂർ തളിപ്പറമ്പ്. ഇപ്പൊ ഇരിക്കുന്നത് കൊടകില അല്ലേ? അപ്പൊ ഇവിടെ ആയിപ്പോ എല്ലാ ആധാർ കാർഡ് ഇവിടുത്തെ കർണാടകത്തിലുണ്ട്. ഈ കല്ലുകൾ ഇങ്ങനെ വെച്ചേക്കണേ വീടില്ലാത്തവര് എന്തോ ദൈവത്തിന് എന്തോ നേർച്ചയാക്കിയിട്ട് അവര് കല്ല്
ഒരു 5 കല്ല് 3 കല്ല് 7 കല്ല് എല്ലാം ചുറ്റി ഉണ്ടാക്കി മന ആയെങ്കിൽ അവരെന്തെങ്കിലും അവിടെ ചെയ്യൂല്ലേ? ആ തുണികളൊക്കെ എങ്ങനെ കെട്ടി വെച്ചേക്കുന്നതോ? മക്കളാവാത്തവർ, മക്കളില്ലാത്തവർ തൊട്ടിൽ കെട്ടി അതിൽ മുമ്പെല്ലാം പൈസ ഇടുന്നുണ്ടായി. അതെല്ലേ? മുമ്പല്ല. ഇപ്പോൾ പൈസ കല്ലിടും, കല്ലിട്ട് ഇങ്ങനെ ആട്ടും, 2 പ്രാവശ്യം ആട്ടും കെട്ടിയിട്ട്. അങ്ങനെ ഓരോ ആചാരങ്ങളല്ലേ? ആചാരങ്ങൾ. ഞാവോ ഇല്ലോ എന്തോ അതൊരു വിശ്വാസം. സ്വാമി എവിടെ താമസിക്കുന്നത്? ഇവിടെ അമ്പലത്തിൽ തന്നെ. ഇവിടെ മലയാളികൾ വരാറുണ്ടോ? പിന്നെ മലയാളികൾ കമ്മിയാ, കുറവാ അല്ലേ? ഞാൻ ആരെയും കണ്ടില്ല. ബാംഗ്ലൂരുകാരാണ് കൂടുതൽ വരുന്നത് ഇവിടെ. മലയാളികൾ അത്യാവശ്യം കാസർഗോഡ് ആൾക്കാർ ജാസ്തി വരും. കാസർഗോഡുള്ള നമ്മൾ അങ്ങോട്ടുള്ള തെക്കോട്ടുള്ളവർ കുറവായിരിക്കും. വരും അപൂർവം. അപ്പോൾ ഇതാണ് സ്വാമി പറഞ്ഞ കല്ലുകൾ കണ്ടില്ലേ? നമ്മൾ ഈ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോകുമ്പോഴത്തേന് ഇങ്ങനെ അടുക്കി വെക്കില്ല കല്ലുകൾ. അതുപോലെ ഇവർക്ക് വീടൊക്കെ ഇല്ലാത്തൊരു വീടൊക്കെ പെട്ടെന്ന് പണിയാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇങ്ങനെ അടുക്കി വെച്ചേക്കണുണ്ട്. നമുക്ക് ഈ പറമ്പ് മൊത്തം അങ്ങനെയുള്ള കല്ലുകൾ അടുക്കി വെച്ചേക്കണുണ്ടോ? ഇതുണ്ടോ? ഇങ്ങനെ അത് ഇങ്ങനെ ഒന്നിന് മേളിലൊന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്. അതുപോലെ ഇവിടെ ഈ ദമ്പതികൾ വന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവാത്തവർ അവർ വന്നിട്ടാണ് ഇങ്ങനെ ഈ തൊട്ടിൽ കെട്ടി വെച്ചേക്കണം കേട്ടോ. ഇത് കണ്ടോ? ഇതിങ്ങനെ തൊട്ടിൽ കെട്ടിയിട്ട് അതിൽ കല്ലിട്ടേക്കണം കേട്ടോ. അതിങ്ങനെ അവർ ആട്ടുമെന്ന് പറഞ്ഞു. അതും ഈ ഒരു പറമ്പ് നിറയെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തൊട്ടിലുകൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച അല്ലേ? ഇതിൻ്റെ പേരിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. അവിടെ ഒരു വലിയൊരു ഗേറ്റൊക്കെ കാണാം. ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആട്ടോ ഇതിലേക്ക് കയറിയപ്പം. അതെ, അത്തരത്തിലുള്ള കല്ലുകൾ നോക്കി ഉണ്ടോ? അപ്പോൾ കവാടം കിടന്നാൽ നമ്മൾ സ്ഥലത്തെത്തി. ഒരു 5-8 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. റിമൂവ് യുവർ ഫുഡ് വെയർ ആൻഡ് എൻ്റർ. നമ്മുടെ ചെരുപ്പ് ഇവിടെ ഊരിയിടണം. അതാ മുന്നിൽ കാണുന്ന ബാഹുബലി, ഒറ്റക്കല്ലിൽ ചെയ്തേക്കുന്ന ബാഹുബലി പ്രതിമ. വലിയൊരു മൈതാനം, അതിൻ്റെ ചുറ്റും നല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല നീറ്റായിട്ടാട്ടോ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മുന്നിലായിട്ടൊരു സ്തൂപം കാണാം. അതിൻ്റെ നേരെ ബാഹുബലി പ്രതിമ. ആ ഒരു പ്രതിമയുടെ അവിടെ നിന്ന് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറാനായിട്ട് അങ്ങനെ ടിക്കറ്റോ എൻട്രി ഫീയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. 39 ഫീറ്റാട്ടോ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ്. ഇതിൻ്റെ ഹൈറ്റ് വരും. ഒറ്റക്കല്ലിൽ നിർമ്മിച്ചേക്കുന്നതാണ്. ഇതിൻ്റെ താഴെയായിട്ടൊരു പീഠവും കുറേ കൊത്തുപണികളൊക്കെ ചെയ്തേക്കുന്ന ഒരു ബാഹുബലി പ്രതിമ കേട്ടോ. നേക്കഡായിട്ടുള്ള രൂപത്തിലുള്ള ബാഹുബലി പ്രതിമ കേട്ടോ. ഈ ബാഹുബലി സ്റ്റാച്ചു ഇത് ജൈനമതത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാട്ടോ. അപ്പോൾ ഇവിടെ ഒരു കെട്ടിടം കാണാം. അവിടെ എന്തൊക്കെയോ ഫോട്ടോസൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി നോക്കാം. മൊത്തം കന്നഡയിലാട്ടോ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ചരിത്രം വിവരിക്കുന്നതായിരിക്കും. അല്ലാതെ ഈ ബാഹുബലി പ്രതിമ അതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യണതിൻ്റെ ഒരു പടമാട്ടോ കൊടുത്താണ്. 1970-ലാണ് ഇതിൻ്റെ മേളിൽ സ്ഥാപിച്ച കേട്ടോ. കണ്ടോ? അത് കൊത്തുപണി ചെയ്യുന്നതിൻ്റെയൊക്കെ ആ ഒരു ചിത്രമാണ്. കണ്ടോ? ഒരു പ്രതിമ ഉണ്ടാക്കുന്നതിൻ്റെ കണ്ടോ? അത് ഓരോരോ സംഭവങ്ങളിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഈ ബാഹുബലി സ്റ്റാച്ചുവിൻ്റെ ശില്പിയാട്ടോ. കന്നഡയിൽ എഴുതി വെച്ചേക്കണേ. എന്താ പേരെന്തെന്നാ? ഗോപാലകൃഷ്ണ ഷെണായി. ഓക്കെ, ശില്പികൾ. ഗോപാലകൃഷ്ണ ഷെണായി അല്ലേ? ഷെണായി ശില്പികളും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തിറങ്ങി. ഇനിയും താഴെ ചെന്നിട്ട് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ദിവസം മൊത്തം ഉണ്ടെങ്കിലാണ് നമുക്ക് അത്യാവശ്യം ഈ ഒരു ധർമ്മസ്ഥലം ഒന്ന് കണ്ടു തീർക്കാം. മിനിമം ഒരു ദിവസം വേണ്ട മൊത്തം കണ്ടു തീർക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ വേറെ ഒരു മല കയറാൻ പോവാം കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലണം. അന്നപ്പസ്വാമി ബേട്ട. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ കുറേ പടവുകൾ മേളിലേക്ക് കയറിപ്പോകാൻ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ അമ്പലങ്ങളില്ലേ, അതുപോലത്തെ ഒരു കുറേ അമ്പലങ്ങളുടെ കാഴ്ചയാട്ടോ ഇവിടെ അല്ലേ. അതിൻ്റെ അകത്തേക്ക് ക്യാമറ അനുവദിക്കില്ല കേട്ടോ. ഇതുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അമ്പലങ്ങൾ കാണാറില്ല, ഓരോ മെയിൻ അമ്പലത്തിൻ്റെ ഓരോ ഉപപ്രതിഷ്ഠകളൊക്കെ ആയിട്ട്. അതുപോലെ ഒരു ആശ്രമത്തിൻ്റെ ഉള്ളിൽ കയറിയ പോലെ കേട്ടോ. നല്ല അന്തരീക്ഷം, നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട്. അന്നപ്പസ്വാമി ബേട്ട. ബേട്ട എന്ന് പറയുന്നത് കന്നഡ ഭാഷയിൽ ഹില്ല്, കുന്നിന് പറയുന്ന പേരാട്ടോ.
അപ്പോൾ അന്നപ്പസ്വാമി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ആ കാണുന്നത് കേട്ടോ, ഈ കുന്നിൻ്റെ മേലിലുള്ളത്. അപ്പോൾ അന്നപ്പസ്വാമി എന്ന് പറയുന്നത് ഇവിടുത്തെ ഹെഗ്ഗഡെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഇവിടെ ലോക്കലി ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ. അന്നപ്പസ്വാമിയാണ് ആ മെയിൻ അമ്പലത്തിൽ, ധർമ്മസ്ഥല മെയിൻ അമ്പലത്തിൻ്റെ അകത്തൊരു ശിവലിംഗം ഉണ്ട്. ആ ഒരു ശിവലിംഗം ധർമ്മസ്ഥലയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം തന്നെയാണ്, അതായത് ഈ അന്നപ്പസ്വാമി തന്നെയാണ് ആ ഒരു ശിവലിംഗം അതിൻ്റെ അകത്ത് പ്രതിഷ്ഠിച്ചത് കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങോട്ട് വരാനായിട്ട് ബസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മുടെ മൂകാംബികയിൽ നിന്നാണല്ലോ. മൂകാംബിയിൽ നിന്ന് കൊല്ലൂർ വന്ന് കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് ബസ് കിട്ടുമെന്ന് നോക്കി. ധർമ്മസ്ഥലയ്ക്ക് ഡയറക്റ്റ് ബസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടുപ്പി ബസ്സിൽ കയറി. ഉടുപ്പി ബസ്സിൽ കയറിയിട്ട് ഉടുപ്പിയിൽ ഇറങ്ങി. ഉടുപ്പിയിൽ നിന്ന് ഡയറക്റ്റ് ബസ് ഇങ്ങോട്ട് കിട്ടിയിട്ടോ, പ്രൈവറ്റ് ബസ് ആയിരുന്നു. അത് മൊത്തം നമുക്ക് ആ ഒരു കൊല്ലൂരിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ അടുത്ത് ദൂരം ഉണ്ടായിരുന്നു. ഒരു 6 മണിക്കൂർ കൊണ്ടാണ് ഞാനിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറെ ഏത് സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇങ്ങോട്ട് ധർമ്മസ്ഥലയ്ക്ക്, അതായത് ധർമ്മസ്ഥലയ്ക്ക് ഡയറക്റ്റ് ബസ് ഇല്ലെങ്കിലും ബെൽത്തങ്ങാടിയിൽ വരിക. ബെൽത്തങ്ങാടിയിൽ നിന്ന് ഉറപ്പായിട്ട് ഇങ്ങോട്ട് ബസ് കിട്ടും കേട്ടോ. ബെൽത്തങ്ങാടി ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളൂ ബെൽത്തങ്ങാടിക്ക്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടുള്ള ബസ്സുകൾ കാര്യങ്ങളെല്ലാം, അതായത് കാരണം ഇവരുടെ ഗവൺമെൻറ് ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് അവൈലബിൾ ആട്ടോ. പിന്നെ റൂംസൊക്കെ ഞാൻ പറഞ്ഞ പോലെ റൂംസ് ഒത്തിരി അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത് തന്നെ. ബഡ്ജറ്റ് റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റിലുള്ള ഹൈ ബഡ്ജറ്റിലുള്ള റൂംസ് ഉണ്ട്. എല്ലാ ടൈപ്പ് റൂംസും അവൈലബിൾ ആണ്. പല റേറ്റ്, ഒരു 500 രൂപ താഴേക്കേ ഉള്ളൂ. വളരെ ചീപ്പ് റേറ്റിലൊക്കെ റൂംസ് കിട്ടും. പിന്നെ ഈ ഒരു സീസണൊക്കെ അനുസരിച്ച് ഇവർ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കത്തി റേറ്റൊക്കെ ആക്കുന്നുണ്ട്. അതെനിക്ക് ഇന്നലെ റൂം എടുത്തത് മനസ്സിലായിട്ടോ. പിന്നെ ഈ ഒരു മെയിനായിട്ടും നമുക്കിപ്പോൾ ഈ റഷ് ടൈമിലാണ് റൂം കിട്ടാനായിട്ട് പാട്. അപ്പോൾ ഞാൻ ഇന്നലെ പെട്ടുപോയെന്ന് ഓർത്താണ്. റൂമില്ലാതെ നമ്മൾ അത്രയും ക്ഷീണിച്ച് വന്നിട്ട് പായം കൊണ്ട് കിട്ടുകയോ ചെയ്തത്. അല്ലാത്തപ്പം ഞാൻ ആ പറഞ്ഞ ഒരു സൈറ്റ് കൊടുത്തേക്കാം, അതിൽ വരുന്നുണ്ടെങ്കിൽ. മലയാളികളൊക്കെ വളരെ കുറവാണ്. നിങ്ങളെന്തായാലും വരിക, വന്ന് ഇതൊക്കെ കണ്ടിട്ട് പോകട്ടോ. നമ്മളിങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് കണ്ടിരിക്കേണ്ടതല്ലേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കണ്ടോ, രഥങ്ങൾ കണ്ടോ, പല വലുപ്പത്തിലും പല രൂപത്തിലുള്ള രഥങ്ങൾ. ആ കൊത്തുപണികളാണ് ഏറെ ശ്രദ്ധേയം. മരത്തിൽ കൊത്തി ഓരോ ചെറിയ രൂപങ്ങളൊക്കെ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ കണ്ട പോലത്തെയുള്ള രഥങ്ങളാട്ടോ. ഇത് ഓരോരോ സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവച്ചേക്കണം കേട്ടോ. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ രഥങ്ങളുടെയും ആ ഒരു പണികളൊക്കെ വ്യത്യാസമുണ്ട്, വലിപ്പമൊക്കെ വ്യത്യാസമുണ്ട്. ഒത്തിരി കാലപ്പഴക്കം ചെന്ന കേട്ടോ. അതൊക്കെ കണ്ടാൽ അറിയാം, അതിൻ്റെ ഒരു വീലൊക്കെ ഉണ്ടാ അറിയാം. അതിവിടെ കൊണ്ട് എക്സിബിറ്റ് ചെയ്തേക്കും കേട്ടോ. അതായത് ആ ഒരു ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ രഥങ്ങൾ വെച്ചേക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഫ്ലൈറ്റ് ഡിസ്പ്ലേ ചെയ്തേക്കണം കേട്ടോ. വലിയൊരു ഫ്ലൈറ്റാണ് ഇത്. ഒറിജിനലാട്ടോ, അതായത് ഇതിൻ്റെ മോഡൽ കാര്യങ്ങളൊന്നുമല്ല, ഒറിജിനൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഫ്ലൈറ്റാണ് ഇത്. നോക്കി എന്നാ വലിപ്പമാണെന്ന് നോക്കിയാൽ, പണ്ടത്തെ ഒരു മോഡലാട്ടോ. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇത് ഇവിടെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, പക്ഷേ മൊത്തം കന്നഡയിലാട്ടോ. പാസഞ്ചർ ഫ്ലൈറ്റ് ആട്ടോ. ഈ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ഫ്ലൈറ്റിൻ്റെ അകത്തുനിന്നൊക്കെ ആരൊക്കെ ഇറങ്ങി വരുന്നത് അതൊക്കെ ക്ലിയർ അല്ല, ഫെയ്ഡായിട്ടുണ്ട്. ആ ഒരു പിക്ചറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഡിസ്പ്ലേക്ക് വെച്ചേക്കുവാണ്. കണ്ട എന്നാ വലിയ ഫ്ലൈറ്റ് ആണെന്ന് നോക്കിയാൽ മൊത്തം കന്നഡയിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഈ കന്നഡക്കാർക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? ഇംഗ്ലീഷിലൂടെ കൊടുക്കേണ്ടതായിരുന്നു. ഇംഗ്ലീഷിലിവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ മോഡൽ നെയിം കണ്ടുപിടിച്ചു കേട്ടോ. അതിൻ്റെ ഒരു ടെയിലിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് VTCGQ എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഡക്കോട്ട ഫ്ലൈറ്റ് ആട്ടോ. അപ്പോൾ ഡക്കോട്ട ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എയർഫോഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോമൺവെൽത്ത് സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുമായിരുന്നു ഇത്തരത്തിലുള്ള ഡക്കോട്ട വിമാനങ്ങൾ അന്ന് നിർമ്മിച്ചിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഈ ഒരു ഡക്കോട്ട എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗതാഗത വിമാനങ്ങളിലൊന്നായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു എയർക്രാഫ്റ്റും പാസഞ്ചർ ഫ്ലൈറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധ സമയത്ത് സഖ്യകക്ഷികൾക്കും യുദ്ധാനന്തരം വ്യോമസേനയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ള വിമാന കമ്പനികളൊക്കെ ഇങ്ങനത്തെയുള്ള ഈ ഒരു ഡക്കോട്ട ഫ്ലൈറ്റ് ഉപയോഗിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത മ്യൂസിയമാണ് കാണാൻ പോകുന്നത്. മഞ്ജുഷ മ്യൂസിയം എന്ന് പറയുന്നത് ആ നേരെ കാണുന്നതാണ് മഞ്ജുനാഥ ടെമ്പിൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു മ്യൂസിയം വരുന്നത്. ഈ റോഡ് നേരെ കുറച്ചങ്ങ് പോകാനുണ്ട്. ആളുകളൊക്കെ ഇഷ്ടം പോലെ അവിടെ പോകുന്നുണ്ട്. അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. മഞ്ജുഷ മ്യൂസിയം കളക്ഷൻ ബൈ ശ്രീ ദി വീരേന്ദ്ര ഹെഗ്ഗഡെ. അപ്പോൾ ഇവിടെ പാസ് എടുക്കണം, 20 രൂപയാണേ. ഇവിടെ ഒരു കാറ് ഡിസ്പ്ലേ ചെയ്തേക്കണുണ്ടോ. മോറിസ് മൈനറാണ്, 1933 മോഡൽ, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആട്ടോ. 4 സിലിണ്ടർ പെട്രോൾ. ഇവിടെ കുറേ പെട്ടികളും ഈ ഭരണികളും ഉരുളിയൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കണം. പണ്ടത്തെ കാലത്തെ കേട്ടോ. പണ്ടത്തെ കാലത്തെ ഒരു ഇതാണ്, തപാൽ പെട്ടിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. കുറേ പെട്ടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഗ്ലാസിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് വീരേന്ദ്ര ഹെഗ്ഗഡെ ഒരു വാക്സ് പ്രതിമ കേട്ടോ. ഒരു വാക്സ് കറക്റ്റ് ആ ഒരു ഒറിജിനാലിറ്റി നോക്കി ആ ഒരു മുഖത്തെ ഒരു വേർപ്പ് വരെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്ര ഒറിജിനൽ ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ജീവനുണ്ടോ ഇനി അത്തരത്തിൽ തോന്നും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഹുണ്ടി എന്ന് പറയും. ഇത് ബ്രാസിൽ നിർമ്മിച്ചേക്കുന്നതാണ്. 20ാം സെഞ്ചുറിയിൽ നിർമ്മിച്ചേക്കുന്ന കേട്ടോ ഹുണ്ടി. അങ്ങനെ പണ്ടത്തെ ത്രാസുകൾ, പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ത്രാസുകൾ, തുലാഭാരം നടത്തിയിരുന്നു അല്ലേ. നമ്മുടെ ഇപ്പോൾ തുലാഭാരമൊക്കെ നടത്തണേ അത് തന്നെ. തുലാഭാരം 19th സെഞ്ചുറിയിൽ, ലേറ്റ് 19th സെഞ്ചുറിയിൽ ഉപയോഗിച്ചിരുന്ന തുലാഭാരം നടത്തുന്ന ഒരു
ത്രാസാട്ടോ. അപ്പച്ചട്ടി ഉണ്ടോ? ഇതൊക്കെ ലേറ്റ് 19th സെഞ്ച്വറിയിൽ ഉപയോഗിച്ചിരുന്നതാണ്. ആ കുഴികളൊക്കെ ഉള്ള അപ്പച്ചട്ടി, വലിയൊരു ഒരൽ കാണാം. അതൊക്കെ തടിയിലുണ്ടാക്കിയേക്കണം കേട്ടോ. ഇവിടെ വലിയൊരു ചെമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതെന്നാ ചെമ്പ് ഉണ്ടാവും, അതിൻ്റെ ഒരു വലിപ്പം നോക്കി. ഇതൊക്കെ അന്നത്തെ കാലത്ത് എല്ലാവർക്കും ചോറൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും അല്ലേ. ഇതൊരു ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഹാരപ്പൻ സിവിലൈസേഷനിൽ അന്ന് കണ്ടെത്തിയ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കണേ. ടെറാക്കോട്ടയിലൊക്കെ ചെയ്ത സാധനങ്ങളൊക്കെയാണ് അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അന്നത്തെ ഒരു മൺപാത്രങ്ങൾ. ഇത് സ്റ്റോൺ ഏജ് ആ ഒരു ടൈമിൽ കണ്ടെത്തിയ പല ടൈപ്പിലുള്ള കല്ലുകളാട്ടോ. ഇത് ഫോസിലാണ്, ഫോസിൽ വുഡ്. ആ കാണുന്നുണ്ടോ? അത് ഫോസിലാട്ടോ. ഈ കാണുന്ന എല്ലാം ഇതിൽ ഡിസ്പ്ലേ ചെയ്തേക്കണ എല്ലാം ഫോസിലാട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് വിവരിച്ച് തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ആ ഒരു റയറായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു പോകണം. ഇതിൻ്റെ പുറത്തിനി വേറെ ഒരു മ്യൂസിയം നമുക്ക് കാണാൻ കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഭയങ്കര ലെങ്ത് ആയിട്ട് പോകും. ഇവിടെ അതുപോലെ ഐറ്റംസാണ് ഡിസ്പ്ലേ ചെയ്തേക്കണേ ഒരു മ്യൂസിയത്തിൽ. മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട കേട്ടോ ധർമ്മസ്ഥലയിൽ വന്നു കഴിഞ്ഞാൽ. പണ്ടത്തെ കാളവണ്ടിയാട്ടോ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാളവണ്ടിയാണെന്ന് തോന്നുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയായിട്ട് തോന്നണേ. നമ്മുടെ നാട്ടിലെ കാണുന്ന സാധാരണ ആ ഒരു കാളവണ്ടിയേ അല്ല, ഇത് നിറച്ച് കൊത്തുപണികളാട്ടോ. മൊത്തം കൊത്തുപണികൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാളവണ്ടിയാണേ. നോക്കേ, ആ വീലൊക്കെ ഉണ്ട്. ഇതെന്തായിരിക്കും സംഭവം? അതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. എന്തായാലും ചരക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയം 2 ഫ്ലോറിലായിട്ടാട്ടോ. മേളിലും കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് മേളിലൂടെ ഒന്ന് പോയി എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഹാളെന്ന് പറയുന്നത് പെയിൻറ്റിങ് ഗ്യാലറിയാണേ. പെയിൻറ്റിങ്, മ്യൂറൽ പെയിൻറ്റിങ് അങ്ങനെയുള്ള ഇതൊക്കെയാട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓയിൽ പെയിൻറ്റിങ് ഉണ്ട്, മ്യൂറൽ പെയിൻറ്റിങ്സ് ആട്ടോ. ഇതൊക്കെ 19th 20th സെഞ്ച്വറിയിലൊക്കെ ഉള്ള ആ ഒരു ടൈമിലുള്ള പെയിൻറ്റിങ്സ് ഒക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പഴയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ ഒരു ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി അവിടുന്ന് നേരെ വന്നാലത് ഒരു വലിയൊരു കാഴ്ചയുണ്ട്, കാണിച്ചു തരാം. ഇത് 35mm ക്യാമറ പ്രൊജക്ടറാട്ടോ. പണ്ടത്തെ തിയേറ്ററിലൊക്കെ സിനിമ ഇപ്പോഴല്ലേ മറ്റേ സാറ്റലൈറ്റൊക്കെ വന്നു, അതിന് മുമ്പ് ഇങ്ങനത്തെ പ്രൊജക്ടർ വെച്ചിട്ടായിരുന്നു സിനിമ ഓടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ 2 വലിയ പ്രൊജക്ടർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫിലിമായിട്ട് ബന്ധപ്പെട്ട ഓരോ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഫിലിം വൈൻഡ് ചെയ്യുന്ന ഒരു വൈൻഡറുണ്ട്. പ്രൊജക്ടർ നോക്കി, പണ്ട് ഈ കാർബൺ കത്തിച്ചിട്ട് അങ്ങനെയായിരുന്നു ഈ ലൈറ്റ് കൊണ്ടുവന്നിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ സ്ക്രീനിലേക്ക് സിനിമ വന്നുകൊണ്ടിരുന്നത്. പണ്ടത്തെ ഒരു ക്യാമറയൊക്കെ അവിടെ കൊടുത്തേക്കണം കാണാം. അത് ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ്, പണ്ടത്തെ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് ക്യാമറയാണ്. അവിടെ നമുക്ക് കയറത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ആ ഒരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫിലിം ഷൂട്ട് ചെയ്യണ വലിയൊരു ക്യാമറ ആട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഒരു വലിപ്പം നോക്കി, ഇതിൻ്റെ വലിപ്പം കണ്ടോ. അതായത് ഇത് റെയിലാണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു റെയിലിൽ ഇങ്ങനെ പോയിട്ട് ഓരോ ഷോട്ടൊക്കെ എടുക്കാനായിട്ട് പോകില്ലേ. അപ്പം അന്നുണ്ടായിരുന്ന ഒരു റെയിലും ഇന്നത്തെ ഒരു പഴയ ക്യാമറ കേട്ടോ. ഇത്രയും വലിപ്പത്തിലുള്ള ക്യാമറയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പണ്ടത്തെ പ്രിൻറ്റിങ് എക്യുപ്മെൻറ്റ്സ് ആണ്, ടൈപ്പ് റൈറ്റർ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. തയ്യൽ മെഷീൻ കണ്ടില്ലേ, ആദ്യകാലത്തെ തയ്യൽ മെഷീൻസ്. അപ്പോൾ ഒരു ഏറ്റവും ചെറുത് വരെ ഇപ്പം ഉണ്ട്. തയ്യൽ മെഷീൻസാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു മെഷീൻ ഇവിടെ കാണാം. പണ്ടത്തെ കൊട്ടാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഫർണിച്ചറൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത്രയും വലിയൊരു മ്യൂസിയം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല കേട്ടോ. അതുപോലെയുള്ള ശേഖരങ്ങളാണ് ഇവിടെ. എന്തൊക്കെയാണ് കാണാനുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് വേണ്ടത് കണ്ടു തീരണമെങ്കിൽ, ഇത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു തീരണമെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാൻ സാധിക്കില്ല. അത്ര മാത്രമുള്ള കളക്ഷൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. പണ്ട് കറണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം അന്നത്തെ കാലത്ത് അരി പൊടിക്കുന്ന ആ ഒരു മെഷീനായിട്ടേ കാണണേ. അതിങ്ങനെ ഇതിൽ നെല്ലും അരിയൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ കറക്കും, കൈകൊണ്ട് കറക്കിയിട്ട് മാനുവലി കൈകൊണ്ട് കറക്കി ഓപ്പറേറ്റ് ചെയ്തിരുന്ന അങ്ങനത്തെ പല ടൈപ്പിലുള്ള യന്ത്ര സംവിധാനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. എല്ലാം കൈകൊണ്ട് പ്രവർത്തിച്ചിരുന്നത് കേട്ടോ. മോട്ടറുകൾ, അങ്ങനെയുള്ള ഗ്രാസ് കട്ടർ. ഇതൊരു ഇല്യൂഷൻ ആർട്ടാട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇതിലൊരു ചിത്രം ഒളിച്ചിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ മേളിലായിട്ടൊരു സിലിണ്ടർ വെച്ചിട്ടുണ്ട് കണ്ടോ. ആ ഒരു സിലിണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചിത്രം
വ്യക്തമായിട്ട് കാണാം. അതുകൊണ്ടാ ബാഹുബലിയുടെ ഒരു പ്രതിമയാട്ടോ. അത് പെയിൻറ്റ് ഈ രീതിയിലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു സിലിണ്ടറിൽ കൂടെ നമുക്ക് നോക്കുമ്പോഴത്തേനും ആണ് അതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി കേട്ടോ. എൻ്റെ പൊന്നെ, അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ബോറടിയും. അത്രമാത്രം കാഴ്ചകളാണ്. ഇത്രയും ബൃഹത്തായൊരു മ്യൂസിയം എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ പൊന്നു, ധർമ്മസ്ഥലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിൻറ്റേജ് കാർ മ്യൂസിയം ആട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആട്ടോ. മ്യൂസിയം ആണെന്നുണ്ടെങ്കിലും ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും നമുക്ക് നടന്ന് കാണാവുന്ന അത്രയും ദൂരത്തിലാണ് ഓരോ കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഞാനിത് കണ്ടപ്പം ഓർത്തു ഈ വെള്ളാരങ്കല്ല് ഇങ്ങനെ നിരത്തേക്കണമായിരിക്കും. ഇത് അടയ്ക്ക ഉണങ്ങാൻ ഇട്ടേക്കണം കേട്ടോ. അടയ്ക്ക പറിച്ചിട്ട് ഉണങ്ങാനായിട്ട് വെച്ചേക്കണം കേട്ടോ. അയ്യോ എൻ്റെ അമ്മ, എന്തോരം നോക്കേ. കണ്ടു കഴിഞ്ഞാൽ കല്ല് കിടക്കണമായിട്ട് തന്നെ ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കാർ മ്യൂസിയം വരുന്നത് അവിടെ കേട്ടോ, കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് കാർ മ്യൂസിയം. ഇതിലും ടൈമിംഗ് ഉണ്ട്, 8:30 to 1 PM. അത് കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കാട്ടോ. 2 മണി മുതൽ 7 മണി. 7 മണിക്ക് ക്ലോസ് ചെയ്യും. 10 രൂപ കേട്ടോ ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രി. ഇതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ഈ പുറത്തുനിന്ന് എടുത്തോളാൻ പറഞ്ഞു. എൻ്റെ അകത്ത് കയറി എടുക്കാൻ പറ്റില്ല. ഫോർഡിൻ്റെ ഒരു ട്രക്കാട്ടോ ഇത്. 1940 മോഡൽ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ആർമി ടാങ്കർ, ആർമി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന ഫോർഡിൻ്റെ ഒരു ട്രക്കാണ് കാണുന്നത്. 1915 മോഡൽ ഫോർഡ്സൺ എന്നുള്ള കമ്പനിയുടെ ട്രാക്ടർ ആട്ടോ. ട്രാക്ടർ വിത്ത് ക്രെയിനാണ്. 1915 മോഡൽ USA ഉണ്ടാക്കിയേക്കണം കേട്ടോ. അതുണ്ടോ, ക്രെയിനും ട്രാക്ടറോടെ കൂടിയതാണ്. അതിൻ്റെ അടുത്തായിട്ട് കിടക്കുന്നത് പണ്ടത്തെ ഫയർഫോഴ്സിൻ്റെ ഒരു വാഹനം കേട്ടോ. 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 1926 മോഡൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചേക്കുന്നതാണ്. ആ ഒരു കളർ ഉണ്ടല്ലോ റെഡ്. ഇപ്പോഴത്തെ ഫയർഫോഴ്സിൽ ഈ ഒരു കളർ തന്നെയല്ലേ യൂസ് ചെയ്യണം. പണ്ടത്തെ ഒരു വിൻറ്റേജ് രീതിയിലുള്ള ഒരു വാഹനമാണ് കിടക്കണത്. അപ്പോൾ ഇത് ഷെവർലയുടെ ഒരു വാനാട്ടോ. 1929 മോഡൽ USA 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 21 HP, 1530 കിലോ വെയിറ്റ് വരുന്ന. ഇത് പണ്ടത്തെ ഒരു ആംബുലൻസ് ആണ്. ഇത് 1926 മോഡൽ USA നിർമ്മിച്ചേക്കുന്ന 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. വെയിറ്റ് 2012 കിലോ, 25 HP ആട്ടോ എൻജിൻ പവർ എന്ന് പറയുന്നത്. ആംബുലൻസ്. ഫോർഡിൻ്റെ ജീപ്പ് ആട്ടോ. 1943 മോഡൽ USA മെയ്ഡാണ്. 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. വില്ലീസ് ജീപ്പൊക്കെ പോലെ ഫോർഡിൻ്റെ ജീപ്പാട്ടോ. വില്ലീസിൻ്റെ ഏകദേശം ആ ഒരു ഷേപ്പാണ്. അവിടെ ഒരു വിൻറ്റേജ് കാറ് കിടക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് 1958 ഇംഗ്ലണ്ട് മെയ്ഡാട്ടോ പെട്രോള്. വേറെ ഒരു കാറ് കിടക്കുകയാണ്, ജർമ്മൻ മെയ്ഡാണ്. ആൾഡർ ട്രംപ് ജൂനിയർ എന്ന് പറഞ്ഞൊരു കമ്പനി, ജർമ്മൻ മെയ്ഡ്. 1936. ഇങ്ങോട്ടേക്ക് വന്നാൽ ലിമോസിൻ കാണാം കേട്ടോ. ഇത് മെഴ്സിഡസ് ബെൻസിൻ്റെ അല്ല കേട്ടോ, സോറി. ഇത് ലിങ്കോളിൻ്റെ ആട്ടോ. ലിങ്കോളിൻ്റെ ടൗൺ കാർ എന്ന് പറഞ്ഞാൽ ഫോർഡ്. ലിങ്കോളിൻ ടൗൺ കാർ ഫോർഡ്. എൻ്റെ ലോഗോ കണ്ടില്ലേ, ലിങ്കോളിൻ്റെ ആട്ടോ. ഇത് പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ 24 അടിയാട്ടോ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. 8 സിലിണ്ടർ, 2700 കിലോ ഉണ്ട്. ഞാൻ സൈഡിൽ നിന്ന് കണ്ടപ്പോൾ ബെൻസാന്ന് ഓർത്തത്, അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ അകത്തും ഇഷ്ടം പോലെ കാറുകളുണ്ട്. പക്ഷേ അങ്ങോട്ട് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല കേട്ടോ. ഇവിടെ പുറത്ത് മാത്രമാണ് ഇവർ അനുവദിക്കുകയുള്ളൂ. അവിടെ ഇഷ്ടം പോലെ കളക്ഷൻസ് തന്നെയുണ്ട്. ഈ പുറത്ത് ഡിസ്പ്ലേ ചെയ്തേക്കണേക്കാളും കൂടുതലുണ്ട്. സ്റ്റുഡ് ബേക്കറിൻ്റെ ഒരു കാറ് കിടക്കണുണ്ടോ, അടിപൊളിയല്ലേ ആ കളറ് നോക്കി. മാരുതി 800ൻ്റെ ആദ്യത്തെ രൂപം കേട്ടോ. മാരുതി 800 1985 മോഡൽ. 83 ആദ്യം മാരുതി 800 പുറത്തിറക്കിയത്. അത് കഴിഞ്ഞ് 85 മോഡലാണ് ഇത്. ജപ്പാൻ മെയ്ഡാണ്. 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. 610 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ വാഹനം 800 ഇറങ്ങിയപ്പം ഒരു അത്ഭുതമായിട്ടാണ് ആളുകൾ നോക്കിക്കണ്ടിരുന്നത് കേട്ടോ. എന്നാൽ ഒരു അംബാസഡറും അതുപോലെ തന്നെ ഫിയറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ. ആ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ആളുകൾ അത്രയും ശ്രദ്ധ നേടിയൊരു വാഹനമായിട്ട് ഈ കുഞ്ഞൻ കാറ് മാരുതിയുടെ ഇറക്കിയിൽ വെച്ച് എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മോഡൽ. ഇതൊന്നിപ്പോൾ കിട്ടി. ഇതൊക്കെ പൊന്നും വിലയാട്ടോ. ഇതൊക്കെ ഇപ്പോൾ ആരും കയ്യിലുള്ളത് കൊടുക്കുക പോലുമില്ല. അപ്പോൾ അതിലൊക്കെ എല്ലാത്തിനും നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അത് കിടക്കണം നോക്കിയ കാറ്. 1983 ഹർപാൽ സിംഗ് എന്ന് പറഞ്ഞൊരു ആൾക്കാരായിരുന്നു ഫസ്റ്റ്
അദ്ദേഹമാണ് ആദ്യത്തെ മാരുതി 800 ഡെലിവറി എടുത്തത്. അത് ഇന്ദിരാഗാന്ധി നേരിട്ട് കൊടുക്കുമായിരുന്നത്. അങ്ങനെ ബുക്കിംഗ് വെച്ചിട്ട് അങ്ങനെ നറുക്കെടുത്ത് അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പിന്നിലുള്ളൊരു കഥ എന്ന് പറയുന്നത്. ഹർപാൽ സിംഗ് മരിച്ചു. അതിനുശേഷം മാരുതി കമ്പനി തന്നെ ഒരു കാർ ഏറ്റെടുത്തിട്ട് അവരിപ്പോൾ അത് അവരുടെ ഏതോ ഒരു ഷോറൂമിലാണ് എവിടെ അത് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ടോ. ആ കാർ ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട് 800. അങ്ങനെ ഒരുപാട് കഥകൾ എഴുതിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് സ്വന്തമാക്കുന്ന വാഹനം 800 ആയിരുന്നു. ഒരുപാട് ഓർമ്മകളുണ്ട്. അത്രയും അത് കൊടുത്തിട്ടൊക്കെ ഭയങ്കര ഇപ്പോഴും ആലോചിക്കും വിഷമം തോന്നും. അത്രയും ഒരു നമ്മുടെ ഐക്കോണിക്കാണ് നമ്മുടെ ഇന്ത്യൻ വാഹന ചരിത്രത്തിലെ ഒരു ഐക്കോണിക്കായിട്ടൊരു മോഡലായിരുന്നു മാരുതി 800 എന്ന് പറയുന്നത്. ഈ കാർ ഒരു പക്ഷേ പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ കുറേ ഇങ്ങനത്തെ കുറച്ച് അന്ന് ഈ കോണ്ടോസൊക്കെ ഉണ്ടായിരുന്ന കോണ്ടോസ് ഇറങ്ങുന്ന ഒരു ലക്ഷറി കാർ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് സ്റ്റാൻഡേർഡ് കമ്പനി ഇറക്കിയ ഒരു മോഡലാണ് ഈ കാണുന്നത്. സ്റ്റാൻഡേർഡ് 2000 എന്ന് പറയും. ഇത് നമ്മൾ പഴയ ചില സിനിമകളിലൊക്കെ ഈ ഒരു കാർ കണ്ടിട്ടുണ്ട്. പ്ലിമത്തിൻ്റെ ഒരു കാറാണ് ഈ കാണുന്നത്. പഴയ ഒരു വിൻറ്റേജ് കാറാട്ടോ. പ്ലിമത്ത് എന്ന് പറഞ്ഞ കമ്പനിയുടെ 1965 മോഡൽ. ഫ്യൂവൽ ഡീസലാണ്. 1300 കിലോ ഉണ്ട്. 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ. യൂസ്ഡ് ബൈ ശ്രീ മാർത്താണ്ഡവർമ്മ കിങ് ഓഫ് ട്രിവാൻഡ്രം. മാർത്താണ്ഡവർമ്മ യൂസ് ചെയ്തിരുന്ന കാറാണ്. അത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ രാജമുദ്ര കാറിൽ ഒട്ടിച്ചിട്ടുണ്ട്. അനന്തപത്മനാഭൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അയ്യോ, മാർത്താണ്ഡവർമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാറാട്ടോ ഇവിടെ കർണാടകയിൽ കിടക്കണേ. അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കാറുകൾ കിടക്കണം കേട്ടോ. ഞാൻ കയറി കണ്ടു. എൻ്റെ അമ്മോ, എന്തായാലും ഒരു വിഷമമുണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാത്തതിൽ. എന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് കാണുക കേട്ടോ. അതൊക്കെ ധർമ്മസ്ഥല മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ. ഉറപ്പായിട്ടും ഇവിടെ എന്തായാലും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇവിടെ നമുക്കൊരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരില്ല, അത്രയും കാഴ്ചകൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളൂ കാണാനായിട്ട്. ഇനി തിരിച്ചു പോകണം. പുറത്ത് കുറച്ച് സംഗതികളോടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. പണ്ടത്തെ ഒരു എയർക്രാഫ്റ്റ് ആട്ടോ. ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു എയർക്രാഫ്റ്റ് ആയിരുന്നു. ഇത് ഈ മ്യൂസിയത്തിലേക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ചെയ്തേക്കണം കേട്ടോ. ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. കളക്റ്റഡ് ഫ്രം എയർഫോഴ്സ് സ്റ്റേഷൻ ബിഡാർ ഓൺ 7/9/1991. ഇത് 2 സീറ്റർ എയർക്രാഫ്റ്റാണ്. മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് പ്രൈമറി ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാട്ടോ. എയർഫോഴ്സിൻ്റെ പൈലറ്റിനൊക്കെ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്ലൈറ്റാണ് ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ ധർമ്മസ്ഥലം തിരിക്കുവാണ്. ഇനി നേരെ പോകുന്നത് കർണാടകയിലെ മറ്റൊരു അത്ഭുത നഗരമായിട്ടുള്ള ബേലൂരിലേക്കാട്ടോ. ബേലൂർ ഹാലിബീഡ് കാഴ്ചകളായിരിക്കും അടുത്ത് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ധർമ്മസ്ഥലം ഒരു 90 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടുമെന്ന് ഡൗട്ടാണ്. 12:30 ആയിട്ടുണ്ട്. ലഞ്ച് കഴിച്ചിട്ട് അങ്ങ് കയറി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരത്തിന് മുന്നേ ചെല്ലാമെന്ന് വിചാരിക്കുന്നു. അവിടെ പോയി റൂമൊക്കെ എടുത്ത് നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ടാണ് നാളത്തെ കാഴ്ചകളിലേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബസ് ഇവിടുന്ന് കിട്ടും. ഇവിടെ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ്. ധർമ്മസ്ഥലം ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ്. നോക്കാം ബസ് ഇവിടുന്ന് കിട്ടുമെന്ന് ഡയറക്റ്റ് കിട്ടുമെന്ന് നോക്കണം. ബൈപ്പാസിന് നേരെ ഓപ്പോസിറ്റ് അത് ബസ് സ്റ്റാൻഡ് കേട്ടോ. അവിടുന്ന് നമുക്ക് ബസ് കിട്ടും. ഞാൻ ഇന്നലെ രാത്രി വന്ന് ഇറങ്ങിയ സ്ഥലം കേട്ടോ. ഇവിടുന്ന് BMTCയുടെ ബസ് സർവീസ് ഉണ്ടല്ലോ. ബാംഗ്ലൂരിന് BMTCയുടെ സർവീസ് ഇവിടുന്ന് ഉണ്ടല്ലോ ബസ്. അതെ, അത് കൊള്ളാം. കർണാടകയുടെ ഒക്കെ ഗവൺമെൻറ് ബസ് കിടപ്പുണ്ട്. BMTCയിൽ ഒത്തിരി ബസ് കിടപ്പുണ്ട് കേട്ടോ. ഇവിടുന്ന് ബാംഗ്ലൂരിന് ഡയറക്റ്റ് ബസ് കിട്ടും. നമുക്കുള്ള ബസ് ഇവിടെ കിട്ടുമെന്ന് ഡൗട്ടാണ്. നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നിന്ന ഒരു ബസ് സ്റ്റാൻഡിൽ നല്ല കേട്ടോ നമുക്ക് പോകേണ്ട ബസ്സുള്ളത്. ഇവിടെ വേറെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇത് ധർമ്മസ്ഥല ന്യൂ ബസ് സ്റ്റാൻഡ് എന്നാണ് പറയുന്നത്. KSRTC കർണാടക RTCയുടെ ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് മുടികര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് കയറണം. ഇവിടുന്ന് ഒരു 58-60 കിലോമീറ്റർ ദൂരമുണ്ട്. മുടികര ചെന്നിട്ട് അവിടുന്നാണ് ബേലൂർക്ക് നമുക്ക് ബസ് കിട്ടണേ. അവിടുന്ന് ഒരു 35 കിലോമീറ്റർ ദൂരമുണ്ട്. ഡയറക്റ്റ് ബസ് ഇവിടുന്ന് ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും മുടികര ചെല്ലണം ആദ്യം. അങ്ങനെ മുടികരയിലെത്തി കേട്ടോ. എൻ്റെ പൊന്നോ, തിരക്കെന്ന് പറഞ്ഞാൽ ബസ്സിൽ ഈ ധർമ്മസ്ഥലയിൽ നിന്നും ബസ് കുറവായിരുന്നു കേട്ടോ. പിന്നെ കിട്ടിയ ബസ്സിൽ കയറി കാല് കുത്താനിടയില്ലായിരുന്നു. അടിപൊളി റൂട്ടിൽ പോകുന്നത് കേട്ടോ. അവിടെ ഫോറസ്റ്റൊക്കെ ആയിരുന്നു. പക്ഷേ ക്യാമറ എടുക്കാൻ പോയിട്ട് കാല് കുത്താനുള്ള സ്പേസ് ഇല്ലായിരുന്നു. എന്നാലും 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ധർമ്മസ്ഥലയിൽ നിന്ന് 2 തരത്തിൽ വരാം കേട്ടോ. ധർമ്മസ്ഥലയിൽ നിന്ന് നമുക്ക് ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഉജിരെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഉജിരെ ചെല്ലുകയാണെന്നുണ്ടല്ലോ അവിടുന്ന് കുറച്ച് ദൂരം, ധർമ്മസ്ഥലയിൽ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഉജിരയിലെത്തും. അവിടുന്ന് കുറച്ചുകൂടെ ബസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം മംഗലാപുരത്ത് നിന്നൊക്കെ വരുന്ന ബസ് ഇങ്ങോട്ടേക്ക് ഇത് ചിക്കമംഗളൂർ റൂട്ടാട്ടോ. അവിടുന്ന് ബസ് കിട്ടും. എന്തായാലും ഞാൻ ആ കിട്ടിയ ബസ്സിനും കയറി പോകുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബേലൂരിന് ബസ് കണ്ടുപിടിക്കണം. ഇത് കർണാടകയുടെ KSRTC അവരുടെ ബസ് സ്റ്റാൻഡാട്ടോ. അത് നിലവിലിവിടെ ബസ് കിടക്കുന്നില്ല കേട്ടോ. 4:30 ആകുമ്പോഴത്തേനും പ്ലാറ്റ്ഫോം നമ്പർ 2 ബേലൂരിലേക്കുള്ള ബസ് വരുമെന്ന് പറയാം. അപ്പോൾ 4 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി ആൾക്കാർ ഇവിടെ കയറാൻ നിൽക്കുന്നുണ്ട്. ഇനിയും സീറ്റില്ലാതെ നിന്ന് പോകാൻ പോയി കേട്ടോ. മാക്സിമം ബസ് വരുമ്പോൾ കയറണം. ഇവിടെ വേറെ കാഴ്ചകളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ബേലൂർക്കുള്ള ബസ്സാണേ. അപ്പോൾ ബേലൂരിലേക്കുള്ള ബസ് കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഭാഗ്യം സീറ്റ് കിട്ടിയിട്ടോ ഈ പ്രാവശ്യം. അങ്ങനെ ഫൈനലി 5:30 കൂടി ബേലൂർ എത്തി കേട്ടോ. ബേലൂർ എത്തി ടൗണിൽ തന്നെ ചെറിയൊരു റൂമൊക്കെ എടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് റൂമാണ്. അതായത് നമ്മൾ ഇത്രയും ദിവസം എടുത്തതിൽ വെച്ചൊരു ബഡ്ജറ്റ് റൂമാണ് കിട്ടിയേക്കണേ. 500 രൂപ കേട്ടോ. അപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. ഇനി നാളത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ
രാവിലെ തന്നെ ഫ്രഷപ്പ് ആയിട്ട് ഇവിടെ ബേലൂരും അതുപോലെ തന്നെ ഹലിബീഡും അങ്ങനെ 2 സ്ഥലങ്ങളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ അധികം കാണാത്ത 2 സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി കാഴ്ചകളൊക്കെയാണ് വരാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.